വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഈ സായാഹ്നത്തിൽ നമുക്ക് പ്രവേശിക്കാം. രാത്രിയിൽ നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പായി ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച്, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി നമുക്ക് നിദ്രയിലേക്ക് പ്രവേശിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം നമുക്ക് ലഭിക്കുന്ന വചനം ഇതാണ്. സങ്കീർത്തനം 105 അധ്യായം അതിലെ 4 വാക്യം നമുക്കിന്ന് ധ്യാനിക്കുവാണ്. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. തേടുക, യേശുവിൻ്റെ തിരുമുഖത്തെ തേടുക. നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഈശോയുടെ തിരുമുഖത്തെ തേടുന്നത്? ഈശോ വചനത്തിലൂടെ പറയുകയാണ്, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ എന്ന് തിരുവചനത്തിലൂടെ ഈശോ പറയുകയാണ്. നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ ഈ ഒരു പ്രവൃത്തി ഉണ്ടാവണം, നിരന്തരം ദൈവത്തെ തേടുക. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വഴിയിലൂടെ നടന്നു പോവുകയാണ്, യാത്രയ്ക്ക് പോവുകയാണ്. ഒരു 10 മിനിറ്റ് നേരം പള്ളിയിൽ ഒന്ന് കയറിയിരുന്നിട്ട് ഈശോയുടെ മുമ്പിലിരിക്കുക, അവിടെ ഇരുന്ന് തേടുക. ഈശോയെ നിരന്തരം ഈശോയുമായിട്ട് ആ ഒരു സമ്പർക്കത്തിൽ ഇരിക്കുവാൻ സാധിക്കുക. നമ്മൾ ജോലി ചെയ്യുകയായിരിക്കാം, ജോലി ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കിയിട്ട് മനസ്സിൽ ഈശോയെ തേടുക, ഈശോയെ തേടുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ വെറുതെ ഇരിക്കുക, അപ്പോൾ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമായിട്ട് ഈശോയെ തേടുക. നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ സാന്നിധ്യം കൊണ്ടും ഈശോയെ തേടുന്ന ഒരു സ്വഭാവം, അത് ചിലപ്പോൾ പള്ളിയിൽ കയറി ഒരു 10 മിനിറ്റ് ഇരിക്കുന്നതാവാം, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നതാവാം, ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ മനസ്സിൽ ഓർക്കുന്നതാവാം. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മൾ അനുദിന ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഓർക്കാറുണ്ട്, പലതും തേടിപ്പോകാറുണ്ട് അല്ലേ? പല വ്യക്തികളെ തേടിപ്പോകാറുണ്ട്, പല സാഹചര്യങ്ങൾ, വസ്തുക്കൾ, അങ്ങനെ പലതിനെയും നമ്മൾ തേടിപ്പോകാറുണ്ട്. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതൊരു സ്വഭാവമാക്കി ഇങ്ങനെ ഒരു തേടൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈശോയെ തേടാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, യേശുവിനെ തേടാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവണം. അതാണ് വചനത്തിൽ പറഞ്ഞത്, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുക. ഈശോയുടെ സാന്നിധ്യമുണ്ട്, ശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുമുഖ സാന്നിധ്യം ഉണ്ട്. ആ സാന്നിധ്യത്തെ തേടുവാൻ വേണ്ടി നമ്മൾ പോകണം. പലതും നമ്മൾ തേടിപ്പോകുന്നുണ്ട്, പക്ഷേ ഈശോയെ തേടണം. അതിനുവേണ്ടി വേണമെങ്കിൽ ഒന്ന് 10 മിനിറ്റ് പള്ളിയിൽ പോയിരിക്കുക, ഒരു 5 മിനിറ്റ് പള്ളിയിൽ പോയിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനിടയിൽ മനസ്സുകൊണ്ട് ഈശോയെ തേടുക. മനസ്സിലെ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അനാവശ്യമായ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈശോയെ തേടുക. അങ്ങനെ നിരന്തര സാന്നിധ്യം തേടുന്ന ഒരു സ്വഭാവം, ഈശോയുടെ ദിവ്യകാരുണ്യത്തിലെ തിരുമുഖത്തിൻ്റെ സാന്നിധ്യം, ഈശോയുടെ തിരുമുഖത്തിൻ്റെ സാന്നിധ്യം തേടുന്ന ഒരു സ്വഭാവം കിട്ടണേ എന്ന്, തരണമേ എന്ന് നമുക്ക് ഈശോയോട് യാചിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു പാട്ട് പാടി, ഒരു ഗാനം ആലപിച്ച് ഈശോയെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കർത്താവെ, കൃപ തരണം, എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം തേടുന്ന ഒരു മനസ്സ്, ഒരു ഹൃദയം, ഒരു സ്വഭാവം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, നിൻ പാദേ
ഇന്നേ ദിവസം നമുക്ക് സ്നേഹിക്കേണ്ട വചനം ഇതാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. നമ്മൾ സ്നേഹിക്കേണ്ട വചനം ഇതാണ്: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. സ്നേഹം നിറഞ്ഞവരെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ മനസ്സിൽ ഒത്തിരിയേറെ നാമങ്ങളുണ്ട് അല്ലേ? ഒത്തിരിയേറെ പേരുകൾ, ഒത്തിരിയേറെ വ്യക്തികളുടെ പേരുകൾ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? ആ പേരുകളെ നമ്മുടെ മനസ്സോട്, ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുക. അവരെ പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അതിനോടേക്കാൾ അധികമായിട്ട് യേശുവിൻ്റെ നാമവും യേശുവിനെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അങ്ങനെ ഒരു പ്രവൃത്തിയായിട്ട് അത് മാറണം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തെളിഞ്ഞു വരേണ്ട ഒരു പേര് ഈശോയുടേതാവണം, ഈശോയുടെ പേരാവണം. അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിക്കുക, ഒരു രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നു വരുന്ന സമയത്ത് എത്ര തവണ നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു പേര് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് വരാത്തതിൻ്റെ കാരണം അത്രയേറെ വിശ്വാസവും സ്നേഹവും ആഴത്തിൽ ഈശോയോട് ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ആഴത്തിൽ ഈശോയുടെ സ്നേഹവും വിശ്വാസവും നിറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എന്ന പേര് എപ്പോഴും മുന്നിൽ തെളിഞ്ഞു വരും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ പേര് നമുക്കറിയാം, അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. നമ്മുടെ ഒത്തിരിയേറെ സ്നേഹിച്ചവരുടെ, സപ്പോർട്ട് ചെയ്തവരെ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ്, അവരുടെയൊക്കെ പേരുകൾ ഓട്ടോമാറ്റിക്കലി തെളിഞ്ഞു വരും. കാരണം നമുക്ക് അവരോട് സ്നേഹം, അവരുടെ സ്നേഹം നമ്മൾ അനുഭവിച്ചു. അവരോട് സ്നേഹം അങ്ങനെ ഉണ്ടായിരുന്നു, അവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, അവരുമായിട്ട് ബന്ധത്തിൽ വളരാൻ നമ്മൾ ഒത്തിരി പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഈശോയുമായിട്ടുള്ള മേഖലയിൽ, യേശുവുമായുള്ള ബന്ധത്തിൻ്റെ മേഖലയിൽ നമ്മൾ എത്രമാത്രം അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വളർച്ചയുടെ ഒരു പരിശീലനം ചെറുപ്പം മുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഓർത്ത് നോക്കണം. അപ്പം അത് കാരണം എന്താ? ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തലത്തിലുള്ള വളർച്ച ഉണ്ടാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് തീരുമാനമെടുക്കാം. ഇന്നേ ദിവസം ഈ വചനത്തെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈശോയുടെ നാമം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടട്ടെ. അതിനുവേണ്ടി ഈശോയോടുള്ള സ്നേഹവും വിശ്വാസവും ബന്ധവും നമുക്ക് വളർത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേ